നമസ്തേ. മഴ കഴിഞ്ഞു, തണുപ്പ് കാലം ഉണ്ടായിട്ടില്ല. ഇനി അന്തരീക്ഷത്തിൽ ചൂട് കൂടി വരികയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിലും താപം കൂടും. അതിനെ ഒന്ന് ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒരെണ്ണം നേരത്തെ പറഞ്ഞിരുന്നു, ശീതളി പ്രാണായാമം. ഇതിൻ്റെ പേര് ശീത്കാരി പ്രാണായാമം എന്നാണ്. ശരീരത്തെ തണുപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രഷർ കൂടുമ്പം ഇത് ചെയ്താൽ പ്രഷറിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് ഏകാഗ്രത വർദ്ധിക്കും. വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, വായനാറ്റത്തെ നിയന്ത്രിക്കാൻ അല്ല കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് ഈ പ്രാണായാമത്തിലൂടെ സാധിക്കും. അതിനൊരു പ്രത്യേക കാരണം എന്ന് പറയുന്നത്, നമ്മൾ ശ്വാസം എടുക്കുന്നത് വായിലൂടെയാണ്, പല്ലുകൾക്കിടയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് ക്ലിയർ ചെയ്യപ്പെടും. ആഹാരങ്ങളൊക്കെ കയറിയിരുന്ന് അടഞ്ഞാണല്ലോ വായനാറ്റം പൊതുവേ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ലോ പ്രഷറുള്ള ആൾക്കാർ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരെ ഒഴിവാക്കുക. കാരണം ശരീരത്തെ തണുപ്പിക്കുമ്പോൾ അതിൻ്റേതായ വിഷമം അവർക്കുണ്ടാവും. അതുപോലെ തന്നെ ശ്വാസം മുട്ടലുള്ള ആൾക്കാർ അവരും ഇത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വായ അടച്ചു പിടിക്കുമ്പോൾ നമ്മുടെ നാക്കൊന്ന് പതുക്കെ വളച്ച് അടിയിലത്തെ പല്ലിൻ്റെ ഉൾഭാഗത്ത് നാക്ക് സ്പർശിച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ. അത് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നാക്കിനെ വളച്ച് ഇങ്ങനെ വെച്ച് വേണം ശ്വാസം എടുക്കാൻ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സുഖാസനത്തിലിരുന്നു, നട്ടെല്ലാം നൂർന്നിരുന്നു, കൈകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിന്മുദ്രയിൽ നേരെ ഇരിക്കുക. ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഈ കവിളിനെ അല്പം വികസിപ്പിച്ച് ചിരിക്കുന്ന ഒരു രീതിയിൽ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നാക്ക് പതുക്കെ വളച്ച് അടിഭാഗത്ത് താഴത്തെ പല്ലിൻ്റെ ആ നിരയുടെ അടിഭാഗത്ത് വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. പൂർണ്ണമായി ശ്വാസം എടുത്തതിന് ശേഷം അടച്ച് മൂക്കിലൂടെയാണ് ശ്വാസം വിടേണ്ടത്. എടുക്കുന്നത് പല്ലിനിടയിലൂടെ ആണെങ്കിലും വിടേണ്ടത് മൂക്കിൽ കൂടെയാണ്. സാവധാനെ വിടേണ്ടത്. അപ്പോൾ ചെയ്ത് നോക്കാം. ഇത്രയാണ് ചെയ്യേണ്ടത്. ഒരു 5-6 തവണ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തണുപ്പ് കൂടും. കൂടുതൽ തവണ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ താപത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സാധിക്കും. ശരീരത്തിന് തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് ശീത്കാരി പ്രാണായാമം. അപ്പോൾ കൃത്യമായി ഇരുന്നു കൊണ്ട്
എപ്പോഴും മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, നട്ടെല്ല് നൂർന്ന് വേണം ഇരിക്കാൻ. നമുക്ക് വജ്രാസനത്തിൽ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ പത്മാസനത്തിൽ നിവർന്നിരുന്നിട്ട് ചെയ്യുക. ശരീരത്തെ തണുപ്പിക്കാൻ സാധിക്കും. ചെയ്തു നോക്കുക, ഫലം അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്തേ.